ഉപ്പാടെ വെളിപ്പെടുത്തൽ ആളെ 300 5000 ഒക്കെ പഠിക്കണ്ടേ. അതന്നെ. ഇന്നലെ രാത്രിയോട് കൂടിയിട്ട് ഉമ്മാക്ക് ഒന്ന് ബോഡി പെയിനും അതേപോലെ പനി. ആ വീടിന്റെ അവസ്ഥ വളരെ വളരെ ഗുരുതരമാണ് കേട്ടോ. കാരണം വെച്ചാല് അങ്ങനെ എന്താ പറയാ, ഇന്നലെ വൈകിട്ട് തൊട്ട് ആൾക്ക് ഒന്നിനും പറ്റിയുണ്ടായി. അപ്പോൾ അങ്ങനെ നമ്മൾ ഇടുന്ന കുറേ വീഡിയോസിലൊക്കെല്ലാം ഉമ്മാനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ സ്നേഹിക്കുന്ന, അതുപോലെ തന്നെ നമ്മുടെ ഉമ്മാനെ സ്നേഹിക്കുന്ന കുറേ നമ്മുടെ ഇത്തമാർ, ഫാമിലീസുകൾ ഉമ്മാനെ ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഉമ്മാക്ക് എന്ത് പറ്റി, ഉമ്മാക്ക് എന്ത് വയ്യേ, ഉമ്മാക്ക് എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മാക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നലെ രാത്രിയോട് കൂടിയിട്ട് ഉമ്മാക്ക് ഒന്ന് ബോഡി പെയിനും അതേപോലെ പനി ആ ഒരു ഇതായി. അപ്പോൾ പിന്നെ ഇന്ന് രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണിച്ചു, മരുന്നും കാര്യമെല്ലാം സെറ്റാക്കി ആൾ കഴിച്ചു. ഇപ്പോൾ ആൾ ഉറക്കത്തിലായിരുന്നു കേട്ടോ, നല്ല ഉറക്കത്തിലായിരുന്നു. ഒന്ന് റെസ്റ്റും കാര്യമൊക്കെ എടുത്തപ്പോൾ ആളിപ്പോൾ കുറച്ച് ഉഷാറായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കുറേ പേര് ചോദിച്ച സ്ഥിതിക്ക് നമ്മുടെ ഉമ്മ ഇവിടെ ഉണ്ട്. ഉമ്മാനെ ഞാൻ കാണിക്കാം. മമ്മി എങ്ങനെയുണ്ട്? ഇപ്പോൾ കുറവുണ്ടോ? എങ്ങനെയുണ്ട് ഇപ്പോൾ? എല്ലാവരും കുറേ നമ്മളെ ഇത്തമാര് നമ്മളെ സ്നേഹിക്കുന്ന കുറേ ഫാമിലീസുകൾ ഉമ്മനെ ചോദിച്ച് ഉമ്മക്ക് എന്ത് പറ്റി, ഉമ്മയുടെ മുഖം ആകെ ഇതാണല്ലോ, ഭയങ്കര എന്നുവെച്ചാൽ ഉമ്മനെ കണ്ടിട്ട് ഒരു വയ്യാറുള്ള പോലെയൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, അതൊക്കെ ഏകദേശം ഒരടുപ്പായിരുന്നു. പക്ഷെ ഉമ്മ അത് പറഞ്ഞില്ല നമ്മളോടത്തൊന്നും. പിന്നെ ഇന്നലെയാണ് ഉമ്മ തീരെ വയ്യാണ്ടായപ്പോൾ എന്തായാലും നല്ല പനിയും കാര്യമൊക്കെ ഉണ്ടായിരുന്നല്ലേ അല്ലമ്മ? കുറേ ദിവസമായി പനി തുടങ്ങിയിട്ട് നമ്മൾ പിന്നെ വെച്ചോണ്ട് അങ്ങനെ പെട്ടെന്ന് ഡോക്ടർക്ക് പോകൂല. ആള് ഇന്ന് രാവിലെ ഡോക്ടറെ അടുത്ത് പോകില്ല പറഞ്ഞതാ. അപ്പൊ ഇന്ന് മെനക്കെട്ട് പിടിച്ച് വലിയ കെട്ടാക്കിയിട്ട് കൊണ്ടുപോയതാ, ഇല്ലെങ്കിൽ വരില്ലേ ഹോസ്പിറ്റലിലേക്ക്. അപ്പോൾ ഇതാ ഉമ്മാൻ്റെ ഓമന പുത്രൻ, ഇതാ ഉമ്മയുടെ ഓമന പുത്രൻ. ഹലോ ഹലോ, ഇതുവരെ പുതിയ മേടിച്ചാട്ടാ. ഏടനല്ലേ അങ്ങനത്തെ? ഉമ്മ പറയും എന്താ പിന്നെ ഇപ്പൊ എങ്ങനെയുണ്ട് ഹെൽത്ത് ഒക്കെ പറയും. ഇപ്പൊ കുഴപ്പമില്ല, നല്ല ഒരു 5-6 തരം ഗുളികയുണ്ട്. മൂക്കിലൊറ്റിക്കാനുള്ള കുപ്പി മരുന്ന്, ചുമക്ക് മരുന്ന് വന്നില്ല, മധുരല്ലേ ഷുഗറിന് പറ്റില്ല പാടില്ലാന്ന് വെച്ചിട്ട് വന്നില്ല. ചുമ മാറിയിട്ടില്ല. ബാക്കി പനിയൊക്കെ നല്ല പോലെ വന്ന് ഇത്തിരി കഞ്ഞി കുടിച്ച് കിടന്നു വെച്ചപ്പോ ഒന്ന് വയർത്തപ്പോ എനിക്ക് വിശന്നിട്ടപ്പോ 2 ബ്രെഡും ചായ ഒക്കെ കുടിച്ചപ്പോ തലപൊന്തില്ല. അതെ, കടന്ന തലയെ പൊന്തില്ല, ഛർദിക്കാൻ വരും. അപ്പൊ പിന്നെ എണിച്ച് ഇത്തിരി ഉള്ളും ആകെ ഉമ്മറൊക്കെ അടിച്ചു ഒരു മഹരിബ് നേരമല്ലേ. അപ്പോൾ ഈ ഉമ്മല്ലാത്ത വീട് ഇല്ലെങ്കിൽ ഒരു ദിവസം ഉമ്മ ഒന്ന് വയ്യാണ്ടായി കഴിഞ്ഞാൽ വീടിൻ്റെ അവസ്ഥ വളരെ വളരെ ഗുരുതരമാണ് കേട്ടോ. കാരണം വെച്ചാല് അല്ലേ നിനക്ക് പറയാനുള്ളത്? ഉമ്മ പാത്രം കഴിക്കുന്നത്, പിന്നെ ഇന്നലെ അവനാണ് പാത്രം കഴിക്കുന്നത്, പിന്നെ ഇന്ന് എന്താണ് ഇറച്ചിയുടെ ചിക്കൻ പാർട്സ് ഒക്കെ കൊണ്ടുവന്നിട്ടും അത് വൃത്തിയാക്കാല്, പിന്നെ തുടക്കല്, നീ അടിച്ചു വിട്ടു, ഇവനാണ് അടിച്ചു വരിയത്, ഞാൻ തുടക്കല്, അങ്ങനെയായിട്ട് നമ്മൾ ഒരു വട്ടം ചെയ്യുമ്പോ തന്നെ ഇങ്ങനെ ആവും, എന്നൊക്കെ ആവും. പക്ഷെ ഇവരൊക്കെ അല്ല അത് ഡെയിലി ചെയ്യണേ, അങ്ങനെ കുഴപ്പമൊന്നുമില്ലല്ലോ. പക്ഷെ ഉമ്മ ഒന്ന് സൈഡായപ്പോഴാണ്, അല്ലെങ്കിൽ വയ്യാണ്ടായപ്പോഴാണ് നമ്മളത് മനസ്സിലാക്കണത്. അടുക്കള പണി ചെയ്യുമ്പോഴാണ് അതിന്റെ ഒരു കഷ്ടം നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ഇതുവരെ എന്താ പറയാ എന്നുവെച്ചാല് എല്ലാ കാര്യങ്ങളും ഉമ്മ തന്നെയല്ല ചെയ്യുക. ഉമ്മക്കാന്ന് പറയുമ്പോ എന്താ ഫുള്ള് വെൽഡ് എക്സ്പീരിയൻസ് ആണ്. ഒക്കെ മിനിറ്റുകൾ കൊണ്ടും സെക്കൻഡുകൾ കൊണ്ടൊക്കെ ഉമ്മ ഒക്കെ ചട്ട് പിട്ടുന്നുണ്ട്, ഉമ്മ സെറ്റാക്കും. പക്ഷെ ഉമ്മാക്കൊന്നും വയ്യാണ്ടായിരിക്കുന്ന സമയത്ത് ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ പറയുമ്പം വെച്ചാൽ പണി ഭാരമുള്ള പണിയല്ല. പക്ഷെ ഇതൊക്കെ എല്ലാം കൂടി ഇങ്ങനെ ചെയ്യുമ്പോഴേ നമുക്ക് നമ്മുടേതായ കാര്യങ്ങളുണ്ടാവും. പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് ഇതും ചെയ്യണം. അപ്പോൾ അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകളും കുറച്ച് പ്രയാസങ്ങളൊക്കെ നമുക്ക് നേരിടേണ്ടി വരികയാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കണം. കാരണം ശരി, നമ്മുടെ ഉമ്മമാരില്ല സത്യം പറയാ ഇതൊക്കെ എന്ത് സിമ്പിളായിട്ടാണ് ഹാൻഡിൽ ചെയ്യണമെന്നല്ലേ സത്യം. അപ്പോൾ ഉമ്മാക്ക് എന്താ പറയുക, ഒരു ബിഗ് സല്യൂട്ട് തന്നെ അല്ലേ. ഉപ്പയും കുറച്ച് സെറ്റ് ആയിക്കണല്ലേ അപ്പാ. ഉപ്പയും ഉമ്മാനെ കുറെ സഹായിച്ച് ഹെൽപ്പാക്കി കൊടുത്തിക്കണ് അല്ലേ ഉമ്മാക്ക്? വാഷിംഗ് മെഷീനിലിട്ട് മൊത്തം അലക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അലക്കേണ്ട ആവശ്യമില്ല. വാഷിംഗ് മെഷീനിലിട്ട് ഉണക്കാനൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ഉണങ്ങി വരും. നമ്മളടുത്ത് വെറുതെ ഒന്ന് ഇട്ടാൽ മതി. അങ്ങനെ ഹെൽപ്പൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അതെ, അപ്പൊ വീട്ടിൽ പെട്ടെന്ന് പണി നമ്മൾ ചെയ്യും. അതെ, പിന്നെ ഒരാൾ പാത്രം കഴുകണ, വീഡിയോ പിടിക്കുന്ന ആൾ പാത്രം കഴുകും, അവിടെ ചോറ് വയ്ക്കാനുള്ള ചോറ് വയ്ക്കും. അതെ,
ഒക്കെ ചെയ്യല്ലേ, മരുമക്കന്മാരില്ലെങ്കിൽ ഒക്കെ അവര് പഠിക്കന്നെ. അതന്നെ. അപ്പൊ എന്താ ചെയ്യാ, അപ്പൊ നമ്മുടെ ഈ ഉമ്മ എന്നുള്ള ഈ നമ്മുടെ എന്താ പറയാ അല്ലേ, എന്താ ഉമ്മ പറയാള്? ഇതാണ് ഉമ്മയുടെ എന്താ പറയാ, ഉമ്മയുടെ നമ്മ എന്താ പറയാ മക്കള് കഷ്ടപ്പെടുമ്പോ നമുക്ക് കിടന്ന ഒട്ടുന്നില്ല. എന്തുട്ടിന് ഇത് അത് കടമയല്ല ഇതൊക്കെ. നിങ്ങൾ കിടന്ന മരുമക്കന്മാര് കൊണ്ടുവരില്ലേ ആര്? അവിടുത്തെ മത്സരത്തിൽ ഞാൻ പറഞ്ഞു മരുമക്കന്മാർക്ക് സമയമുണ്ട്, വരാൻ പറ്റല്ലോ. അപ്പൊ വീട്ടിലത്തെ പണിയൊക്കെ പിള്ളേരൊക്കെ ചെയ്യോ? പിള്ളേരൊക്കെ ചെയ്യും, അവരവര് ചെയ്യുന്ന പണിയൊക്കെ അവര് ചെയ്യും. എല്ലാം പറ്റുന്ന പണിയൊക്കെ അടിച്ചു പോരലും തുടക്കലൊക്കെ ഒക്കെ അവര് ചെയ്യും. ഉണ്ടായി കഴിഞ്ഞാൽ ഒക്കെ പഠിക്കന്നെ, പഠിച്ചിട്ടല്ലോ വരുന്നല്ലോ, അവിടെ വന്ന് പഠിക്കല്ലേ എന്നോട്. അതെ അതൊക്കെ ചെയ്യൂല ഇപ്പോഴത്തെ നമുക്ക് പറഞ്ഞ കൂട്ടാക്കില്ലല്ലോ. അതെ അതെ അതെ, സത്യം പറഞ്ഞാല് അതിനൊക്കെ എന്തിനാ മടിയല്ലേ? നമ്മുടെ സ്വന്തം വീട്, നമ്മളെ സ്വന്തം വീട്ടില് നമുക്ക് എന്താ പറയാ, നമ്മുടെ ഉമ്മമാരാണെങ്കിലും നമ്മുടെ വൈഫാണെങ്കിലും പോലും നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് സഹായിച്ചു കൊടുക്കാം. നമ്മുടെ വീടാണ്, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം. അതിലിപ്പോൾ ആരെന്ത് പറഞ്ഞാലും നാണക്കേടുന്നോ ഒരു ഇതില്ല കേട്ടാ. അതിലൊന്നും എന്നെ സംബന്ധിച്ചിട്ട് വലിയതൊന്നുമല്ല, ഇത് നാണക്കേട് അങ്ങനത്തൊന്നും ഇല്ല കേട്ടാ. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കാം, നമുക്ക് അറിയുന്ന രീതിയിലൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കാം. അതൊക്കെ നല്ലത് തന്നെയാണ്, അവർക്കും ഒരു ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ അങ്ങനെ, അപ്പോൾ ഉമ്മാടെ വിശേഷങ്ങൾ അപ്പോൾ പറഞ്ഞു തരാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉമ്മാനെ കുറേ നമ്മുടെ ഫാമിലീസുകൾ ഉമ്മാനെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കുറേ താത്തമാരൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കുറേ രീതിയിലൊക്കെ. അപ്പോൾ ഉമ്മാക്ക് ഇപ്പോൾ ഹെൽത്തൊക്കെ ഓക്കെ അല്ലേ? ശരീരം കൊണ്ട് ഭയങ്കര ക്ഷീണം. പക്ഷെ ആള് പറയില്ല, പനിക്കുണ്ട്. പകല് ഇങ്ങനെ പണിയെടുക്കും, രാത്രി കിടക്കുമ്പോൾ ഉറക്കമില്ല, തീരെ വയ്യ. നേരെ വെറുതെ പണികൾ ചെയ്യാൻ അങ്ങനെ എന്താ പറയാ, ഇന്നലെ വൈകിട്ട് തൊട്ട് ആൾക്ക് ഒന്നിനും പറ്റിയാണ്ടായി. ഇപ്പൊ ഹെൽത്ത് എങ്ങനെയുണ്ട്? മക്ക് മരുന്ന് കഴിച്ചപ്പോ പോയിട്ടില്ലെങ്കിൽ പിന്നെ കിടപ്പിലാവും. തിങ്കളാഴ്ച 40-ന് പോല് ക്യാൻസൽ ആവും. അതെ അതെ, 5-6 തരം ഗുളികണ്ട്. അത് ഇത് എന്നെ ഗ്ലൂക്കോസൊക്കെ കയറ്റണം പറഞ്ഞു, ഞാൻ സമ്മതിച്ചില്ല. എനിക്ക് പേടിയാ, ഉമ്മാക്ക് സൂചി കുത്തൽ പേടിയായതുകൊണ്ട്. പേടിയാ. രക്തക്കുറവുണ്ട് അല്ലേ? പിന്നെ അങ്ങനെ ടോണിക്കല്ല, അനാറില്ലേ മാതാളങ്ങ, അത് കയറ്റിയില്ല. വേണ്ടാന്ന് പറഞ്ഞു. ഇനി വരാ ഡോക്ടറെ, എനിക്ക് വയ്യാത്തോണ്ടാണ് വിറയ്ക്കുക. മരുന്ന് കഴിച്ച് കഞ്ഞി കുടിച്ച് മരുന്ന് കഴിച്ചപ്പോ നന്നായി വയർത്ത് എന്റെ പനിയൊക്കെ പോയി. ശരി 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 ശരി. എന്തായാലും ഇപ്പം ഓക്കെ അല്ലേ? കുറച്ച് ഇനി നമുക്ക് രാത്രി നല്ല രീതിയിൽ ഒന്ന് ആവി പിടിച്ച് ഈ ഭക്ഷണം കഴിച്ച് മരുന്ന് കഴിച്ച് കഴിഞ്ഞാല് നാളത്തേക്ക് ആവി പിടിച്ചപ്പോ തൊണ്ടവേദന പോയി, കുറഞ്ഞല്ലേ? ചുമക്കുമ്പോ ഇങ്ങനെ പിടിച്ചിട്ട് വേണം ചുമക്കാൻ. ആവി പിടിച്ചപ്പോ എനിക്ക് നല്ല സമാധാനം. ഓക്കെ, എന്തായാലും ടേക്ക് ദ റെസ്റ്റ്. ഒന്നും കൂടി വന്ന് റെസ്റ്റ് എടുത്തു കഴിഞ്ഞാല് നാളത്തേക്ക് മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് ഒക്കെ നല്ല രീതിയിൽ സെറ്റ് ആവട്ടാ. അപ്പോൾ ഇങ്ങനെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉമ്മാനെ കുറിച്ചിട്ട്, അപ്പോൾ അതാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഏതാ ഇതില്ലേ? അത് പപ്പക്കായല്ലേ? പപ്പായ മുറിക്കുക? ആണ് വിഭാഗത്തിലായിട്ട് പപ്പക്കായ മുറിച്ചു ഗൈസ്. മുറിച്ചല്ലേ? അത് എന്തുകൂടെ മുറിക്കണം നോക്ക്, കത്തിരിക്ക കേട്ടാ. കണ്ടാ കത്തിരി കാണിച്ചു കൊടുത്താൽ മുറിക്കുന്ന സാധനം കണ്ടല്ലേ? പപ്പക്കായുടെ മരം മുറിച്ചത് കത്തിരി കൊണ്ട്. എന്തേ? ഇതിന്റെ ഉള്ളിൽ കൂടെ ഉള്ളിൽ കൂടെ നോക്കിയേ, ഗേറ്റിന്റെ ഉള്ളിൽ കൂടെയാണ് ആള് വന്നിട്ടുള്ളത്. പിൻകാലത്ത് പിന്നെ കാര്യമില്ല, സാധനം ഉണ്ടാവൂലല്ലോ. പിന്നെ കാര്യം ഇതാണ് പപ്പായ തോന്നുന്നു അല്ലേ? ആണ് പപ്പായമ്മ. അപ്പോ അങ്ങനെ, അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ നമ്മളെ ഉമ്മമാരെ ഉമ്മ സ്നേഹമുള്ള നമ്മുടെ ഇതുപോലെ ആൺകുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് ഹെൽപ്പാക്കണം, സഹായിച്ചു വെക്കണം കേട്ടോ. ഇതിലൊന്നും ഒരു നാണവും ഒരു ഇത് വെച്ചിട്ട് കാര്യമില്ല. ഹെൽപ്പ് അത് നല്ലതാണ്. ഭാവിയിലേക്കാണെങ്കിലും എപ്പോഴേക്കാണെങ്കിലും നമ്മൾ ഹെൽപ്പ് ചെയ്യണത് നല്ലതാണ്. മഴ വീണ്ട? അല്ല മഴ വീണ് മഴ പെയ്യുന്നുണ്ട് ഗൈസ്, മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിന്ന് പണി ചെയ്തോണ്ടെന്ന് അറിയില്ല, നല്ല മഴ പെയ്യുന്നുണ്ട് അല്ലേ? പണി ചെയ്തോണ്ട് ഉമ്മ ചിരിച്ചിട്ടാ. അപ്പോൾ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ ഡ്രസ്സും കാര്യമൊക്കെ എടുക്കട്ടെ. അപ്പോൾ ഓക്കെ, ബൈ 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 ബൈ. നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടാ.
മഴ പെയ്തു മഴ പെയ്തു മഴ പെയ്തു. നല്ല മഴ ആദ്യം പെയ്തില്ല. എന്തേ ഇന്ന് പെയ്താണ് മഴ. പുലർച്ചെ മഴ പെയ്തില്ലേ? പുലർച്ചെ മഴ പെയ്താ? പിന്നെ മീൻ പോകുമ്പോ അടിച്ചു തരുന്നു. എന്തിനു മഴയ്ക്ക് പോകണമെന്ന് അരി നീ ബാക്കിയുള്ള പോണ്ടേ? പുലർച്ചെ പോവാണ്ട് അത് ഇവിടുന്ന് പോണ വരെ മഴ. എവിടെ പോയിട്ട് അതേപോലെ അവിടുന്ന് മീനെടുക്കുമ്പോ കുറച്ച് തോർന്നു. പിന്നെ അവിടുന്ന് മീൻ എടുത്തു കഴിഞ്ഞ് പിന്നെ മഴ. പിന്നെ അവിടുന്ന് വാങ്ങാൻ വഴി എല്ലാം. പക്ഷെ മീൻ കച്ചവടം ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ അപ്പൊ മഴ പെയ്യുമ്പോ? അതെ, എന്താ വെച്ചാല് നമ്മള് ഈ മഴക്കാലത്തൊക്കെ ഉപ്പ മീൻ കച്ചവടത്തിന് പോകുന്നില്ലേ, അതൊക്കെ ടാസ്ക്കാണ്. കാരണം വെച്ചാല് മീൻ കച്ചവടം ഉണ്ടാവില്ല. അതേപോലെ തന്നെ മഴയത്ത് എങ്ങനെ പോവല്ലേ? എങ്ങനെ പോവാ? മീനിന് വിലയും കൂടി. പിന്നെ അതുപോലെ തന്നെ മീനിന് പെട്ടിയിലൊക്കെ വെള്ളവും. 1 കിലോ ചാളയ്ക്ക് 300 രൂപ. 1 കിലോ ചാളയ്ക്ക് 300 ഗൈസ് ഉപ്പ പറയുന്നു. ഉപ്പ പറയട്ടാ, ഉപ്പാടെ വെളിപ്പെടുത്തൽ. ചാള 300 5200 റുപ്യ അവിടെ വില. പെട്ടി ചാള അയ്യോ, സാധനം 220 റുപ്യ അവിടെ പൈസ അടക്കം വില വരും. വണ്ടി വാടകയൊക്കെ അത്ര വില വരും. 300 റുപ്യക്ക് അത് കിട്ടണം. അപ്പോഴല്ലേ നമുക്ക് കൂലി കിട്ടുള്ളൂ അല്ലേ? അപ്പൊ ചിലവര് വാങ്ങും, ചിലവര് വാങ്ങില്ല. ചാളയ്ക്ക് 300 ഇന്ന് പെട്ടെന്ന് കൂടിയല്ലേ? 25 കിലോ 25 23 കിലോനൊക്കെ ഉണ്ടാവുള്ളൂ. 2 കിലോ അത് പോയാ. അതെ, അപ്പൊ അതൊക്കെ വെയിറ്റ് കണക്കൂട്ടുമ്പോ അതെ, അങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ ഇപ്പത്തെ മഴ സീസണും കാര്യമൊക്കെ ആയതുകൊണ്ട്. പിന്നെ മീനും കാര്യമൊക്കെ ഭയങ്കരതാണ്. പിന്നെ അത് മാത്രമല്ല നല്ല റേറ്റും. രക്ഷയില്ലാത്ത ചാളയ്ക്ക് 300 കിലോ 300 കേട്ടോ. എന്നാലും മേടിക്കാൻ ആൾക്കാരൊക്കെ ഉണ്ടല്ലേ? എന്നാലും 300 ആണെങ്കിലും മേടിക്കുന്നവര് മേടിക്കും അങ്ങനെ. പിന്നെന്താ, എല്ലാവരും സാധാരണക്കാരൊക്കെ പറ്റില്ല മാത്രം. കുറച്ചൊക്കെ ഇതായിരിക്കും. 1 കിലോ 2 കിലോ മേടിക്കുന്നിടത്ത് 1/2 കിലോ അങ്ങനെയായിട്ട് പോകുന്ന അത്ര. അപ്പം അങ്ങനെ. അപ്പോൾ നമ്മളെ മഴ പെയ്ത് കുറച്ച് തണുപ്പിച്ചു. ഗ്യാപ്പിലൊന്നും ചൂടുണ്ടായിരുന്ന. അപ്പോൾ അപ്പോൾ കേട്ടോ. അപ്പോൾ ഉമ്മാനെ എന്താ പറയുക, കുറേ പേർക്ക് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഉമ്മാനെ ഞാൻ വീഡിയോസ് ആക്കിയത്. ഉമ്മയുടെ കോഴിക്കുട്ടീനെ ഇതാ അതെ ടടേ. ഓക്കെ, അപ്പോൾ ശരി. അപ്പോൾ ബൈ പറഞ്ഞോ. ഓക്കെ ശരി. ഓക്കെ കേട്ടോ. അപ്പോൾ കാണാം. ഓക്കെ ബൈ. ഓക്കെ ശരി. ബൈ.